വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നല്ല മഴയാണ്. നമ്മുടെ മഴത്ത് കുടുങ്ങി നിൽക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബൈക്കിൻ്റെ സർവീസ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ ബൈക്കിൻ്റെ 8ാമത്തെ സർവീസാണ്. അപ്പോൾ നമ്മളെല്ലാം KTM ഷോറൂമിൽ നിന്ന് തന്നെയാണ് സർവീസ് ചെയ്യലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് കോഴിക്കോടുള്ള KTM വെസ്റ്റ് ഹിൽ നിന്നാണ് സർവീസ് ചെയ്യുന്നത്. ബൈക്ക് ഇപ്പോൾ ഏകദേശം 40,000 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ സർവീസ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെ KTM ആപ്പിൽ നോക്കുകയാണെങ്കിൽ മൈ സർവീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെ ബൈക്ക് ഇന്ന് 5-ാം തീയതി 10 മണിക്ക് നമ്മൾ സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കോഴിക്കോട് പോയിട്ട് നമുക്ക് സർവീസ് ചെയ്യാം. സർവീസിന് കൊടുക്കുന്ന മുന്നായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ബൈക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. കാരണം ചെറുതായിട്ട് ചളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഒരു എയറോപ്ലെയിൻ പോകുന്നുണ്ട് മുകളിൽ, അത് നോക്കിയിരുന്നു. നമ്മൾ ബൈക്ക് വാഷ് ചെയ്തതിന് ശേഷം ഒരിക്കലും ഇതുപോലെ നനഞ്ഞിട്ട് പോകരുത്. നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം നിൽക്കും. ഈ ഒരു സ്ക്രൂവിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തുരുമ്പ് വരും. അപ്പോൾ നമ്മൾ എന്തായാലും തുടച്ചു കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും, തുരുമ്പൊന്നും വരാതെ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പ് നിൽക്കും ഈ വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിതൊക്കെ തുടച്ചു കൊടുക്കണം വാഷ് ചെയ്തതിന് ശേഷം. പിന്നെ നമ്മളെ ഇൻഡിക്കേറ്റർ പൊട്ടിയിട്ടുണ്ട്. ഈ ഇൻഡിക്കേറ്റർ നമുക്കിന്ന് സർവീസിൽ മാറ്റാനുള്ളതാണ്. അപ്പോൾ നമ്മളെ ബൈക്ക് കണ്ടോളി, 5 വർഷമായിട്ടുള്ള ബൈക്കാണ്. നല്ല മെയിൻറ്റെയിൻഡ് ആണ്. ഞാൻ നല്ല പൊന്നുപോലെ കൊണ്ടുനടന്നുകൊണ്ട് നല്ല വൃത്തിയുണ്ട്. 40,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എനിക്കിതിൻ്റെ കണ്ടീഷൻ കാണാൻ പറ്റും. മാഷാ അല്ലാ, നല്ല വൃത്തിയിൽ നമുക്ക് ഇതുവരെ കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ബൈക്കൊന്ന് ജസ്റ്റ് തുടച്ചു കൊടുക്കണം. നമ്മൾ സീറ്റ്, നമ്മളെ ക്ലോത്ത് നമ്മളെപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കലുണ്ട്. ഞാൻ ഈ ഒരു അറ്റം വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ ആ ഉള്ളിലത്തെ വെള്ളം അങ്ങോട്ട് പുറത്തേക്ക് എടുക്കലാണ്. നമ്മൾ മീറ്ററിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്ര ആയി എന്ന് നോക്കുകയാണെങ്കിൽ കിൽ സ്വിച്ച് ഇപ്പോൾ 40,978 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. പിന്നെ സർവീസ് നോക്കുകയാണെങ്കിൽ ഇനി 524 കിലോമീറ്ററും കൂടിയേ സർവീസ് ഓടാനുള്ളൂ. ഞാൻ സാധാരണ ഇതൊരു 1500 ആവുമ്പോഴത്തേന് ചെയ്യുന്നതാണ്. പക്ഷേ ആദ്യമായിട്ടാണ് 500 വരെയൊക്കെ പോകുന്നത്. നിങ്ങൾ സർവീസ് ചെയ്യുമ്പോൾ മാക്സിമം ഓയിൽ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഇതിനൊക്കെ സിന്തറ്റിക് ഓയിലാണ് വരുന്നത്, ഫുള്ളി സിന്തറ്റിക് ഓയിൽ. മോട്ടൂളിൻ്റെ നമ്മൾ സ്റ്റോക്കായിട്ടുള്ള മോട്ടൂളാണ് ഇതിൽ ഒഴിക്കുക. അപ്പോൾ 10W50 ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. 1000 കിലോമീറ്ററിൻ്റെ അടിയിൽ പോകുന്നതിന് മുന്നേ ചെയ്യണതൊക്കെയാണ് നല്ലത്. ഓയിൽ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ലൈഫ് വരുന്നത് 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം അല്ലെങ്കിൽ 7500 കിലോമീറ്റർ. ഇതിൻ്റെ മുന്നായിട്ട് നമ്മൾ എന്തായാലും സർവീസ് ചെയ്തിരിക്കണം. ഓയിലൊന്നും നമ്മൾ അധികം ഇതാക്കാൻ പാടില്ല. കാരണം വണ്ടിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള എഞ്ചിൻ തന്നെ ഡാമേജ് വരും. അപ്പോൾ നമ്മൾ ഓയിൽ ഒക്കെ കറക്റ്റ് സമയത്ത് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നല്ല വെയിലാവും എന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ ഫുൾ കൈ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം ബൈക്കിൽ പോകുമ്പോൾ ഫുള്ള് ടാൻ അടിക്കും. അപ്പോൾ നമ്മൾ ഫുൾ കൈ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വെയിലുണ്ടാവും. അപ്പോൾ നമുക്ക് സൺസ്ക്രീന് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇപ്പോൾ നല്ല വെയിലാണ് പുറത്ത്. ഇന്ന് മഴ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ ഉള്ളത് നല്ലതാണ്, അല്ലെങ്കിൽ കരിവാളിച്ച് പോകും. ഓക്കെ, നല്ല മീൻ പൊരിക്കുന്നുണ്ട്. ഫ്രൂട്ട്സും നല്ല ചൂടുള്ള പുട്ടും
അതുപോലെ തന്നെ മീൻ കറിയാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കോഴിക്കോട് പോയിട്ട് കോഴിക്കോട് നിന്ന് കാണാം. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കാൻ നിർത്തിയിട്ടുണ്ട്. നമ്മൾ 490 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഏകദേശം 32 കിലോമീറ്റർ ഉണ്ട് കോഴിക്കോടേക്ക്. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കയറി നിൽക്കുകയാണ്. 10 മണിക്കാണ് സർവീസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ മഴ കാരണം നമ്മൾ ലേറ്റ് ആവുമെന്ന് തോന്നുന്നത്. നമ്മൾ വിളിച്ചിട്ടുണ്ട്, അവർ 11 മണിക്ക് ആകുമ്പോഴത്തേനൊക്കെ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. മഴ പെട്ടെന്ന് നിന്നാൽ മതിയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് മഴയൊക്കെ കൊണ്ടിട്ട് കടലുണ്ടി ബ്രിഡ്ജിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട്, നല്ലൊരു വ്യൂ ആണ് ഇവിടെ. അപ്പം നമ്മളിവിടെ കുറച്ച് നേരം നിർത്തിയതാണ്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ചാറ്റൽ മഴ തുടങ്ങുന്നുണ്ട്. അങ്ങോട്ടൊക്കെ നല്ല മഴ കാണുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. ഗൈസ് നല്ല മഴയാണ്. നമ്മൾ മഴത്ത് കുടുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ നല്ല ലേറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. മഴ കുറയണ ഒരു ലക്ഷണം കാണുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ബൈക്കിൽ റൈഡ് പോകുമ്പോൾ ഞാൻ എപ്പോഴും ഒരു 20-30 കിലോമീറ്റർ കൂടുമ്പോൾ എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കും. കാരണം ബൈക്കിൽ പോകുമ്പോൾ നല്ല ഡീഹൈഡ്രേഷൻ വരുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊന്ന് നിർത്തി വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെ മെല്ലെ മെല്ലെ പോവുള്ളൂ. അപ്പോൾ നല്ല മഴ ഉണ്ട്. അപ്പോൾ മഴ മാറിയിട്ട് നമുക്ക് തിരിച്ച് റൈഡ് കണ്ടിന്യൂ ചെയ്യണം. ആ ബൈക്ക് ഇവിടെ ഞാൻ നിർത്തിയിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മഴയൊക്കെ കൊണ്ടിട്ടാണെങ്കിൽ നമ്മൾ KTM സർവീസിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഏകദേശം 11:15 ആയപ്പോഴാണ് നമ്മളിവിടെ എത്തുന്നത്. ഒരുപാട് വണ്ടികൾ കയറിയിട്ട് നമ്മൾ ലാസ്റ്റാണ് എത്തിയത്. അപ്പോൾ നമ്മൾ ബൈക്ക് സർവീസിനോടെ കൊടുത്തിട്ടുണ്ട്. ബൈക്ക് ഏകദേശം 4 മണിയാവും കിട്ടാൻ. നമ്മളിനിപ്പോൾ കോഴിക്കോട് എന്താ ചെയ്യാമെന്നില്ലാതെ അങ്ങനെ നടക്കുന്നത്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് ജുമക്ക് പോകണം. പിന്നെ ഈവനിങ് ബൈക്ക് കിട്ടും. പിന്നെ രാത്രി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല ബ്ലോക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു സിനിമക്കൊക്കെ പോയിട്ട് നമുക്ക് മെല്ലെ മെല്ലെ പോവാം. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും പുറത്ത് റോട്ടിലേക്ക് ഇറങ്ങാം. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നൊരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മളെ ബാഗ് നമ്മൾ ഫ്ലാറ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കോഴിക്കോട് ഒരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ജുമക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇവിടെ സരോവരം പാർക്ക് പോണ വഴിക്കുള്ള ഒരു ചെറിയൊരു ബ്രിഡ്ജാണിത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ബ്രിഡ്ജ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ചളിവെള്ളമാണെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ചളിവെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട് പള്ളിക്ക്. പക്ഷെ നല്ല തണലുള്ള സ്ഥലമാണ്. അപ്പോൾ നല്ല തണലുള്ളതുകൊണ്ട് നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. 4 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ പള്ളിയിലേക്ക് നടക്കുമ്പോൾ കൂലി കൂടുതൽ കിട്ടുന്നില്ലേ. അപ്പോൾ നമുക്ക് നടക്കാം. ഇവിടെ നമുക്ക് നല്ല തണലുള്ളൊരു സരോവരം ബയോ പാർക്ക് റോഡിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു പാത്ത് വേ പോലെ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മളെ ട്രേഡ് സെൻറ്റർ. ഈ കാണുന്നതാണ് സരോവരം പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്കൊരു ബ്രിഡ്ജ് വരുന്നുണ്ട് റോഡിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്ത് പുഴൻ്റെ ആ ഭാഗത്തൊക്കെ ഫുള്ള് പായലൊക്കെ നിറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത് വരുന്നത്. ഇതാണ് നമ്മളെ പള്ളി വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ജുമ കഴിഞ്ഞിട്ടാവാം ബാക്കി. അങ്ങനെ നമ്മൾ ജുമ കഴിഞ്ഞിട്ട് തിരിച്ച് ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോൾ നമ്മൾ വാച്ചിൽ ട്രാക്കിംഗ് ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ എത്ര കിലോമീറ്റർ നടന്നിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ച് അതേപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും 4 കിലോമീറ്റർ ഒന്നും ഇല്ല കേട്ടോ. ആകെ 1 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. നമ്മൾ കാറിൽ പോകുമ്പോഴാണ് 4 കിലോമീറ്റർ വരുന്നത്. നമ്മളങ്ങനെ എരണിപ്പാലം വഴി കറങ്ങി പോകുമ്പോഴാണ് 4 കിലോമീറ്ററിൻ്റെ 4 ഇല്ല 3 കിലോമീറ്റർ ഒക്കെ ആയിട്ട് വരുന്നുള്ളൂ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് വഴി ക്രോസ് ചെയ്ത് നടക്കുമ്പോൾ ഒന്നും കൂടി എളുപ്പത്തിൽ 1 കിലോമീറ്റർ 1 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്.
ഓടില്ല, പള്ളിയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് നടന്നിട്ടുണ്ട്. 1 കിലോമീറ്ററിൻ്റെ അടുത്ത ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ. നമ്മളിതവിടെ എത്താനായി. ഇനി നമ്മൾ ബാഗ് എടുത്തിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം. എനിക്ക് റഹ്മത്തിൽ പോകണം എന്നായിരുന്നു, പക്ഷേ റഹ്മത്ത് വരുന്ന കുറേ പോകാനുണ്ട്, വേറെ ഓട്ടോ വിളിച്ച് പോകേണ്ടി വരും. പിന്നെ ഇവിടെ മെഹ്റബ് മന്തി ഉണ്ട്, അപ്പോൾ നമ്മൾ മെഹ്റബ് മന്തി നിന്ന് ആക്കിയാലോ എന്നുണ്ട് ഉച്ചക്കത്തെ ഫുഡ്. ഇതാണ് നമ്മളെ ഫ്ലാറ്റ് വരുന്നത്. ഫ്ലാറ്റിലെത്തിയപ്പോൾ കറക്റ്റ് 1.5 കിലോമീറ്ററാണ് നമ്മൾ നടന്നിട്ടുള്ളത്. Workout completed. Time 26 minutes 13 seconds. Distance 1.56 kilometers. Average pace 16:42 per kilometer. Hey, this is Coach Julia from Nike Plus Run Club New York. Love seeing you out there for another solid run. Now hit the foam roller, as I expect to see you back out there tomorrow. ഞാൻ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ഒരു ഭാഗത്താണ് നിൽക്കൽ. ഇവിടെ നല്ല കാറ്റാവും, അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇവിടുന്ന് നല്ല കാറ്റുണ്ടാവും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് രാത്രിക്ക് ഏതെങ്കിലും മൂവി ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഹൈലൈറ്റ് മാളിൽ പാലാക്സി സിനിമാസിൽ ആകുമ്പോൾ രാത്രി 7 മണിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലോക്ക് ആവും. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ശനി ഞായറിൻ്റെ ബ്ലോക്ക് നല്ല ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് 7 മണിക്ക് ഒരു സിനിമ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴത്തേനൊക്കെ ബ്ലോക്ക് പോയിട്ട് സമാധാനമായിട്ട് വീട്ടിൽ പോവാം. നമുക്കിതിൽ ഒരുപാട് മൂവീസ് കാണുന്നുണ്ട് കോഴിക്കോട്. കൽക്കി ഞാൻ കണ്ടതാണ്. പാർട്ട്നേഴ്സ്, ഉള്ളൊഴുക്ക്, പാരഡൈസ്, ഗഗനാചാരി, നടന്ന സംഭവം, പട്ടാപ്പകൽ, സ്മാർട്ട് ഫോൺ പ്രണയം, ഗോളം, തലവനും ഞാൻ കണ്ടതാണ്. മഹാരാജ കണ്ടു. ഇത് നല്ല മൂവിയാണെന്ന് പറയുന്നുണ്ട്. കണ്ടലപുരാണ്. കില്ല്, എ ക്വൈറ്റ് പ്ലേസ്, ഇതും നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇതിലിപ്പോൾ ഏതാ കാണുക? നമ്മൾ ഒരുപാടുണ്ടാകുമ്പോൾ ഇതിൽ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഗഗനാചാരി കോമഡി സൈഫൈ. ഗഗനാചാരി പാലാക്സിയിൽ 8 മണിക്കുണ്ട്. നമ്മളെന്തായാലും ഗഗനാചാരിക്ക് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗഗനാചാരി ഒരു സൈഫൈ നല്ലൊരു മൂവിയാണ്, കോമഡിയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് സെൻട്രൽ സീറ്റ് തന്നെ വേണം കേട്ടോ സിനിമ കാണുമ്പോൾ. സെൻട്രൽ സീറ്റിൽ സിനിമ കാണുന്നതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെ. ഇത് കണ്ട D10 ആകുമ്പോൾ ഏകദേശം സെൻറ്ററാണ്. പാലാക്സിയിൽ 220 രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. പാലാക്സിയിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. നമുക്ക് ഇന്ത്യൻ ഓയിലിൻ്റെ ആപ്പിൽ 580 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് റിഡീം ചെയ്യുകയാണെങ്കിൽ നമുക്ക് 173 രൂപേൻ്റെ നമുക്ക് ബുക്ക് മൈ ഷോ ഗിഫ്റ്റ് കാർഡ് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 173 അടിച്ചിട്ട് നമ്മൾ പെട്രോൾ അടിച്ചതിൻ്റെ ഇതാണ് കേട്ടത്. നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ പോയിൻ്റ് കയറ്റിയിട്ട് നമുക്ക് 173 പ്ലീസ് ആഡ് വാലിഡ് എമൗണ്ട് ടു റിഡീം 100 പ്ലീസ് വെയിറ്റ്. കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്രോൾ അടിച്ചിട്ട് പോയിൻ്റ് ആഡ് ചെയ്തുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. നമുക്ക് 100 രൂപേൻ്റെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിട്ടുണ്ട്. ബുക്ക് മൈ ഷോയിൽ പോയിട്ട് മോർ പേയ്മെൻറ്റ് ഓപ്ഷൻസിൽ ഈ ഗിഫ്റ്റ് വൗച്ചേഴ്സിൽ പോയിട്ട് ഗിഫ്റ്റ് കാർഡ് കോഡ് പേസ്റ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. സക്സസ്ഫുള്ളി റെഡീംഡ്. അപ്പോൾ നമുക്ക് 151 ആയിട്ടുണ്ട് നമ്മുടെ ടിക്കറ്റ് പ്രൈസ്. സെറ്റ്. ബാക്കി എമൗണ്ട് നമുക്ക് ഗൂഗിൾ പേ വഴി പേ ചെയ്യാം. അപ്പോൾ നമുക്ക് ഗഗനാചാരി ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മെഹ്റബ് മന്തി പോയിട്ട് നല്ലൊരു മന്തി കഴിക്കാം. അങ്ങനെ നമ്മൾ മെഹ്റബ് മന്തിയിൽ എത്തിയിട്ടുണ്ട്. യമനി ക്യൂസിൻ. നമ്മളിവിടുന്ന് മെനു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മെയിനായിട്ട് ചിക്കൻ മന്തി, മട്ടൻ മന്തി, ബീഫ് മന്തിയാണ് ഇവിടെ മെയിനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ബീഫ് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ക്വാർട്ടർ ബീഫ് മന്തിയാണ്. ഇവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് സൂപ്പും ഗ്രീൻ സലാഡും ചട്നി കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇവിടുത്തെ സൂപ്പ് അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ സൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ സൂപ്പ് കുടിച്ച് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഗ്രീൻ സലാഡ് ഈ ഒരു റെഡ് ചട്നിയിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സൂപ്പും ചോദിച്ച് വാങ്ങി കുടിച്ചപ്പോഴേക്കും നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബീഫ് മന്തി വരുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ക്വാർട്ടർ ബീഫ് മന്തി ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് കുറച്ചായിട്ട് കഴിക്കാം. ഈ മെഹ്റബ് മന്തിത്തെ ബീഫ് മന്തി അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് പേര് ഇങ്ങോട്ട് വരാത്തതിൻ്റെ ഒരു കാരണം ഇവിടെ മയോണൈസ് ഇല്ലാത്തവനാണ്. ഇവിടെ മെയിനായിട്ട് ഇവർ ചട്നിയാണ് ഫോക്കസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റുള്ള മന്തി ആട്ടോ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഈ ബീഫൊക്കെ നോക്കി നിങ്ങൾ, നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ബീഫും അതുപോലെ തന്നെ ഈ റൈസും നല്ലൊരു ടേസ്റ്റുള്ള മസാല ഉള്ള ഒരു അടിപൊളി ബീഫ് മന്തിയാണ്. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. നമ്മളങ്ങനെ തിരിച്ച് KTMലേക്ക് തന്നെ വന്നതാണ്. നമ്മളെ ബൈക്ക് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് റെഡി ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ KTMൻ്റെ വെയിറ്റിംഗ് ഏരിയയിലാണ് ഇരിക്കുന്നത്. ഇവിടെ നല്ലൊരു വെയിറ്റിംഗ് ഏരിയനെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. AC കാര്യങ്ങളൊക്കെ ആയിട്ട് കസ്റ്റമേഴ്സിന് ഇരിക്കാനുള്ള നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കാണുന്ന നമ്മളെ ബൈക്ക് അവിടെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ ബൈക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ബൈക്ക് കിട്ടിയിട്ടുണ്ട്. സർവീസ് കഴിഞ്ഞിട്ട് നല്ല സർവീസ് ആയിരുന്നു.
നല്ല ക്ലീൻ ചെയ്തിട്ട് തന്നെ. ഞാൻ വാട്ടർ സർവീസും ചെയിൻ സർവീസും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, എന്നാലും അവർ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെ വണ്ടി തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പ്രഷർ ക്യാപ്പിൻ്റെ സാധനമൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്റർ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ മാറ്റി കംപ്ലീറ്റ് നല്ലപോലെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എൻജിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മീറ്ററിൽ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ സർവീസൊക്കെ റീസെറ്റ് ചെയ്തിട്ടുണ്ടാവും അവർ. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ സർവീസ് 7500 പുതിയ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ബില്ല് വന്നപ്പോഴാണ് വലിയൊരു എമൗണ്ടിന് ബില്ലായിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഓയിൽ ഫിൽറ്റർ, ഓറിങ്, ഫ്യൂവൽ ഫിൽറ്റർ, എൻജിൻ ഓയിൽ, എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ്, ഇൻഡിക്കേറ്റർ, ബ്രേക്ക് പാഡ്, പിന്നെ ഒരു ഇൻഡിക്കേറ്റർ, പ്രഷർ ക്യാപ്പ്, ഇതെല്ലാം കൂടി മാറ്റിയപ്പോൾ ഇത്രയും എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഇടയിൽ ലേബർ ചാർജും ഒക്കെ കൂടി വലിയൊരു എമൗണ്ട് ആയിട്ടുള്ള 5052 ബില്ല് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഹൈലൈറ്റിലേക്ക് പോവുകയാണ്. ഹൈലൈറ്റിലേക്ക് ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ 27 മിനിറ്റ് കാണിക്കുന്നുണ്ട്. നല്ല ബ്ലോക്ക് ഉണ്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഹൈലൈറ്റിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതാണ് ഹൈലൈറ്റ് മാളിൽ എത്താൻ കുറച്ച് ലേറ്റായി. നമ്മൾ ഹൈലൈറ്റിൽ എത്തുമ്പോൾ ഫസ്റ്റ് ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഈ ഒരു സ്വീറ്റ് കോൺ വാങ്ങും. ഇവിടുത്തെ ഈ ഒരു ചാറ്റ് മസാല സ്വീറ്റ് കോൺ എൻ്റെ ഫേവറേറ്റ് ആണ്. നമ്മൾ മാളിൽ വരുമ്പോൾ എപ്പോഴും ഇവിടുന്ന് ഒരു സ്വീറ്റ് കോൺ വാങ്ങിയിട്ട് നമ്മൾ ബാക്കി എന്തും ചെയ്യലുള്ളൂ. സ്വീറ്റ് കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സ്വീറ്റ് കോൺ കഴിച്ചിട്ട് നമ്മൾ നേരെ പാലാക്സി സിനിമാസിലേക്ക് പോയി. ഇതാണ് പാലാക്സി സിനിമാസ് വരുന്നത്. ഇവിടെ ഒരു കഫേ വരുന്നുണ്ട്, നല്ല ഭംഗിയുള്ളൊരു കഫേ. അതുപോലെ തന്നെ ഡെസേർട്സ്, നാച്ചോസ്, പോപ്കോൺ, ടിക്കറ്റ്സ്, ബെവറേജസിൻ്റെ ഒരു കൗണ്ടർ കാണാം. പാലാക്സി സിനിമാസിലെ എപ്പിക് സ്ക്രീൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ് പാലാക്സിയിലെ എപ്പിക് സ്ക്രീൻ. അങ്ങനെ നമ്മൾ ഗഗനാചാരി മൂവി കണ്ടതിന് ശേഷം നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി സബ്വേയിലേക്ക് പോയി. സബ്വേ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കാരണം ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും, സാൻഡ്വിച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൺ ബ്രെഡ് ചൂസ് ചെയ്യാം. നമുക്ക് ചിക്കൻ ആണോ, ട്യൂണയാണോ, വെജിറ്റബിൾസ് ആണോ, എന്ത് നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട സോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഓൺ കസ്റ്റമൈസിൽ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ സബ്വേൻ്റെ സാൻഡ്വിച്ച് വരുന്നത്. നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ സാൻഡ്വിച്ച്. നല്ലൊരു ഹെൽത്തി ആയിട്ട് നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ ഉള്ള നല്ലൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ 8 മണിക്ക് ഇറങ്ങാഞ്ഞാൽ നന്നായി, കാരണം 8 മണിക്കൊക്കെ സമയത്ത് നല്ല ബ്ലോക്ക് ആയിരുന്നു. ശനി ഞായറിൻ്റെ ബ്ലോക്ക് നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 10 മണി വരെ മൂവി കണ്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ സുഖമായിട്ട് 1 മണിക്കൂർ 1.25 മണിക്കൂറിനായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീറ്ററിൽ നോക്കുകയാണെങ്കിൽ 125.5 കിലോമീറ്ററാണ് നമ്മൾ കോഴിക്കോട് പോയി വരാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു KTMൻ്റെ സർവീസ് ബുക്കൊക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ സർവീസ് റെക്കോർഡ്സൊക്കെ എല്ലാം അപ്പോൾ എഴുതി പോകലാണ്. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഓരോ പ്രാവശ്യം സർവീസ് ചെയ്യുമ്പോൾ എമൗണ്ട് കൂടി പോവുകയാണ്. നമ്മൾ കുറേ പ്രാവശ്യം തിരൂർ KTMന്ന് സർവീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വെസ്റ്റൽ KTM കോഴിക്കോട് നിന്ന് സർവീസ് ചെയ്ത്. അതുപോലെ തന്നെ മൈസൂർ പഠിക്കുന്ന സമയത്ത് മൈസൂരിൽ നിന്ന് ഒരു പ്രാവശ്യം സർവീസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ സർവീസ് റെക്കോർഡ് വരുന്നത്. പിന്നെ ഗഗനാചാരി മൂവിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് പേഴ്സണലി ആ ഒരു മൂവി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു സൈഫൈ അതിൻ്റെ ഒരു ഫാനല്ല, എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല അത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സൈഫൈ ആ ഒരു മൂവി ടൈപ്പ് ലവേഴ്സിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. കോഴിക്കോട് നിന്ന് ഒരു ഒറ്റ സ്ട്രക്ചറിന് വന്നപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ട്. മേലും കൈയൊക്കെ വേദന ആവുന്നുണ്ട്, നല്ല ടയേർഡാണ്. അപ്പോൾ നമുക്ക് വേഗം കിടന്നുറങ്ങാം. നമ്മൾ വരുന്ന സമയത്ത് മഴ ഇല്ലായിരുന്നു, പക്ഷേ തൊട്ട് മുന്നേ മഴ പെയ്തുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കിടന്നുറങ്ങാം. ഇവിടെയും നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.